ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ അതായത് ഈ ആഴ്ച വരാൻ പോകുന്ന നല്ലൊരു വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കാർത്തികയുടെയും ദിലീപിന്റെയും വിവാഹമാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഗംഗപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാണ്. അവസാനം ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. അവളുടെ വിവാഹം അത് മുടങ്ങി. ആ ദിലീപ് എന്ന് പറഞ്ഞവൻ കൈയൊഴിഞ്ഞു. ഇനി വേറൊരുത്തരും അവളെ വിവാഹം കഴിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം വിവാഹം കഴിക്കുന്നത് എന്തുറപ്പിലാണ്? നാളെ തലയുണ്ടാവോ, കൈയുണ്ടാവോ, കാലുണ്ടാവോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഏതെങ്കിലും പയ്യൻ അവളെ വിവാഹം കഴിക്കോ എന്നൊക്കെ പറഞ്ഞ പുച്ഛത്തോടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗംഗ. കൂട്ടുകാരുടെ എല്ലാവരും പറഞ്ഞിട്ടോ. അതേസമയം ദിലീപ് ആണെങ്കിൽ കിരണിനെ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ സഞ്ചയനവും കാര്യങ്ങളൊക്കെ ഇന്നായിരുന്നു. നമുക്ക് ഇനി അടുത്തൊരു മുഹൂർത്തത്തിൽ പറ്റുമെങ്കിൽ നാളെയെങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാള് നല്ലൊരു അടുത്ത ഒരു മുഹൂർത്തം തന്നെ എടുക്കാം. എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയുടെ വേണ്ടി വിവാഹം നടത്തണം. അതിനുശേഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആ വാർത്ത നമുക്ക് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളൊക്കെ നേടണം. എന്നിട്ട് ആ വാർത്ത കണ്ടിട്ട് വേണം അവൻ സത്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതത്രേ ഉള്ളൂ ദിലീപേ. എന്തായാലും കല്യാണിയുടെ കാർത്തികയുടെ അച്ഛൻ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട്. അപ്പൊ നാളെ കഴിഞ്ഞിട്ട് ഏത് ദിവസം വേണമെങ്കിലും ദിലീപ് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയാണ്. ദിലീപ് പറയണ്ട് ഞാനും എന്റെ അമ്മയും പിന്നെ സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് അത്രയും തന്നെ ഉള്ളൂ ദിലീപെ. ഞാനും കല്യാണിയും കാർത്തികയും കാദംബരിയും കാദംബരിയുടെ ഭർത്താവ് ലക്ഷ്മി അമ്മ, അച്ഛൻ, അമ്മുമ്മ, അങ്ങനെ ഒരു പിന്നെ വേലു, അമലു, ഇങ്ങനത്തെ ഒരു അഞ്ചാറ് ഏഴ് പേര് മാത്രമേ, വിശ്വസിക്കാൻ പറ്റുന്ന അഞ്ചാറ് ഏഴ് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ രജിസ്ട്രാറിനകത്ത് ഞാൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞോളാം. അച്ഛനെ പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് താമസവും കാര്യങ്ങളൊന്നും വരത്തില്ല. വേണമെങ്കിൽ വീട്ടിൽ വന്ന് നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാം എന്ന് പറയാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാനും അമ്മയും കൂടി നാളെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അപ്പൊ എന്നിട്ട് നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചിട്ട് രാത്രി ചെറിയൊരു മാരേജ് ഫംഗ്ഷനോ കാര്യങ്ങളോ എന്താ വെച്ചാൽ വെക്കാം. അതുപോരെ? അത് മതി ദിലീപേ. പിന്നെ ഞാനൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മാത്രല്ല, അമ്മയും അച്ഛനും കാർത്തികയും കല്യാണിയും എല്ലാം കൂടി തീരുമാനിച്ചൊരു കാര്യം കേട്ടോ. അതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെന്തായാലും ദിലീപിന്റെ അച്ഛന്റെ 16 കഴിയുമ്പോഴേക്കും അമ്മയും ദിലീപും കാർത്തികയും അവിടെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾ കുറച്ചു നാളത്തേക്ക് ഇവിടെ വന്ന് നിൽക്കണം. അതെന്തിനാ? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. കിരണിന് ഇപ്പോഴും പേടിയാണോ? പേടി കൊണ്ടല്ല, കുറച്ചു ദിവസം നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദിലീപിന്റെ അച്ഛൻ മരിച്ചുകൊണ്ട് അമ്മക്ക് ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഉടനെ ഹണിമൂണിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അഥവാ പോവാണെങ്കിൽ അമ്മേനെ അവിടെ ഒറ്റക്ക് നിർത്തണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ. അത് നല്ലൊരു ഐഡിയ ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, കാർത്തും ഞാനും കൂടി ഹണിമൂണിന് പോവാണെങ്കിൽ തന്നെ ഇന്ത്യ വിട്ടുള്ള സ്ഥലത്തേ പോവുള്ളൂ. അങ്ങനെ പോയാൽ തന്നെ അമ്മേനെ ഞാൻ അവിടെ നിർത്തിക്കോളാം എന്ന് പറയാണ്. അപ്പൊ കിരൺ പറയണ്ടായില്ല. അപ്പൊ എന്തുകൊണ്ടും ഇത് നല്ലൊരു സമയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വിവാഹം എന്തായാലും നടക്കും ദിലീപ്. ഒരു ഇതും ഉണ്ടാവില്ല. അവന്റെ ഹൃദയത്തിൽ ആണി അടിക്കാൻ പോണ ദിവസമാണ് നിങ്ങളുടെ വിവാഹ ദിവസം എന്ന് കിരൺ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കണത് നല്ലൊരു കടൽ തീരമാണ്. രാവിലെ സമയം ഒരു 10-11 മണി ആയിട്ടുണ്ടാവുമായിരിക്കും. കാർത്തികയുടെയും ദിലീപിന്റെ വിവാഹത്തിന്റെ മുഹൂർത്ത സമയമാണ്. കാർത്തിക ഒരു അതായത് മുമ്പ് ഒരുങ്ങിയ പോലെ തന്നെ ഒരു മണവാട്ടി പെണ്ണിന്റെ വേഷത്തിൽ കടപ്പുറത്തേക്ക് ഇങ്ങനെ വരുവാട്ടോ. അവിടെ കാർത്തിക മാത്രമേ ഉള്ളൂ. കുറച്ചു ദൂരത്തെ നിന്നിട്ട് ദിലീപ് അവിടേക്ക് വരുന്നുണ്ട്. ദിലീപിനെ കാണുമ്പോൾ കാർത്തിക ഭയങ്കര സന്തോഷത്തിൽ ദിലീപിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപ് കാർത്തികയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ശേഷം കാർത്തികയുടെ കഴുത്തിലേക്ക് താലി ചാർത്താണ്. നെറ്റിയിൽ സിന്ദൂരവും ചാർത്തുന്നുണ്ട്. ശേഷം കാർത്തികനെ ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് നടക്കുവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഗംഗപ്രസാദ് ഈ കാര്യം അറിയണം. ഗംഗപ്രസാദും കൂട്ടാളികളും അറിയണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാർത്തികനെ ആരോ വിവാഹം കഴിച്ചു. ആരാണെന്ന് അറിയില്ല. ദിലീപ് എല്ലാം തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം. വേറെ ഏതോ പയ്യൻ അവര് തപ്പിയെടുത്തു, എന്തോ പെട്ടെന്ന് വിവാഹം നടത്തിയെന്നാണ് നമ്മുടെ ഗംഗയുടെ വിചാരം. അപ്പൊ ഗംഗ കൂട്ടുകാരോട് പറയേണ്ട, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഏതോ ഒരുത്തൻ വന്നിരിക്കുന്നു. ആരാണ് അവൻ? ജീവനിൽ ഇത്രയും കൊതിയില്ലാത്ത ഒരുത്തൻ ആരാണവൻ? ഒരിക്കലും അവൻ കാർത്തികയുടെ കഴുത്തിൽ താലി ചാർത്താൻ പാടില്ല. അവന് താലി ചാർത്താൻ വേണ്ടി അവന്റെ കൈ പൊങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ അവളുടെ നെറ്റിയിൽ സിന്ദൂര രേഖയിൽ സിന്ദൂരവും ചാർത്താൻ പാടില്ല. അവന്റെ തല വെട്ടിയിരിക്കണം. ഇനി എന്തായാലും നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ തന്നെ കളത്തിലേക്ക് ഇറങ്ങാൻ പോവാ എന്ന് ഗംഗ പറയുമ്പോ കൂട്ടാളികൾ പറയണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് അല്ലേ, നീ ഈ സമയത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാല് കാർത്തികയുടെ വിവാഹം കൂടി കഴിഞ്ഞ സമയമുണ്ട്. എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവാ. നീ പോയിക്കനെ എന്തായാലും പിടിക്കപ്പെടണമെങ്കിൽ പിടിക്കപ്പെട്ടിടട്ടേടാ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നതായിരുന്നു കാർത്തികയുടെ വിവാഹം. അതാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെ നിൽക്കണമെന്നാണ് നീ പറയുന്നത്? ഒരിക്കലുമില്ല. ചിലപ്പോ നാളെ അവള് ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാനേ സാധിക്കില്ല. ആ കിരണിന്റെ അച്ഛനുണ്ടല്ലോ, ചന്ദ്രസേനൻ, അയാളാണെങ്കിൽ വേണമെങ്കിൽ കാർത്തികക്കും ദിലീപിനും ഹണിമൂണിന് പോകാൻ വേണ്ടി ഹെലികോപ്റ്റർ വേണമെങ്കിൽ അവരുടെ വീടിന്റെ മുറ്റത്ത് വരെ നിർത്തും, അത്ര സേഫ് ആയിട്ട് പോകാനായിട്ട്. അങ്ങനെ
അവര് സുഖിച്ച് ജീവിക്കണ്ട. ഈ ഗംഗപ്രസാദിന്റെ കണ്ണ് കെട്ടിയിട്ട് അവസാനം അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഒരിക്കലും സഹിക്കില്ല. ഈ ഗംഗ ജീവനോടത്തോളം കാലം അവളെ സുമംഗലിയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ ഞാൻ ഇല്ലാതാക്കും. പക്ഷെ അവൾ ഇല്ലാതാക്കണ മുമ്പ് ഞാൻ ആദ്യം ഇല്ലാതാക്കാൻ പോണത് അവളെ വിവാഹം കഴിച്ചു പറഞ്ഞ അവനെയാണ്. എന്ത് ധൈര്യമായിട്ട് വേണം അവൻ അവളെ വിവാഹം കഴിക്കാനായിട്ട്? ഇല്ലടാ, ഞാൻ ഒരിക്കലും വെച്ചേക്കില്ല. രണ്ടിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. അതിനുശേഷം എനിക്ക് ആ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതുങ്ങള് സ്വത്തുക്കൾ അനുഭവിക്കേണ്ട. അപ്പോ കൂട്ടാളികൾ പറയണ്ട, ഗംഗെ എനിക്കിപ്പോ ഒരു സംശയം. നീ പറയുന്നുണ്ടല്ലോ സ്വത്തുക്കളെല്ലാം ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും പേരിലാണെന്ന്. ഈ കാർത്തിക സ്വത്തുക്കളൊക്കെ കല്യാണിയുടെയും കിരണിന്റെയും പേരിൽ എഴുതിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ പറഞ്ഞത് സത്യമായിരിക്കോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ ഭീഷണി അവരുടെ സ്വത്തിലുള്ളപ്പോ അവരത് സേഫ് ആയിട്ട് അവരുടെ പേരിൽ വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗംഗെ? തീർച്ചയായിട്ടും അവരത് സേഫ് ആയിട്ട് വേറൊരാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അത് മിക്കവാറും അവളുടെ അനിയത്തി കല്യാണിയുടെ പേരിലായിരിക്കും. കാരണം അവളും അവളുടെ അമ്മയും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് കല്യാണിനെയും കിരണിനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവളുടെ പേരിലായിരിക്കും സ്വത്തുക്കളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നീ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. നീയും ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയും പിന്നെ നിന്റെ പെങ്ങൾ കാർത്തികെ മരിച്ചു കഴിഞ്ഞാല് പക്ഷെ ആ സ്വത്തുക്കൾ അപ്പോഴും അനുഭവിക്കാൻ പോണ കിരണും കല്യാണിയൊക്കെ അല്ലേ. നിനക്കൊരു നീ എന്ന് പറഞ്ഞ ഒരാളെ എത്ര പേരെ കൊല്ലും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് പണ്ട് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്. ഹെൽമറ്റ് വെച്ചതിന് ശേഷം ബൈക്കിന് ഇങ്ങനെ പോവാണ്. അപ്പൊ വേറെ ആരുടെയോ കാറ് അടിച്ചു മാറ്റിയ അയാളെന്തോ ഉപദ്രവിച്ചിട്ടെന്തോ ആ കാറിലേക്ക് കയറുന്നുണ്ട്. കയറിയതിനു ശേഷം ആ ഹെൽമെറ്റ് ഒക്കെ മാറ്റിയതിനു ശേഷം പുറകേലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാട്ടോ, മുഖമൊക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസ് ചെക്കിങ്ങിലൊന്നും പിടിക്കുന്നൊന്നുമില്ല. അതിനുശേഷം നേരെ പോയി ഇറങ്ങണത് ഈ കടപ്പുറത്താണ്. അതായത് കാർത്തികയുടെയും ദിലീപിന്റെ വിവാഹം കഴിഞ്ഞ ആ ഒരു കടപ്പുറം ഉണ്ടല്ലോ, ആ ബീച്ചിലേക്കാണ് ഗംഗപ്രസാദ് വന്നെടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് ആയപ്പോഴേക്കും ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞിരുന്നു. നെറുകയിൽ സിന്ദൂരവും ചാർത്തി കഴിഞ്ഞിരുന്നു. ഗംഗ അവിടെ എപ്പോഴേക്കും ഒരുപാട് വൈകി പോയട്ടോ. ഗംഗ നോക്കുമ്പോഴേക്കും കാണുന്നത് ദിലീപാണ് കാർത്തികനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തിങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും ദിലീപ് പറഞ്ഞിട്ട്, ഓ ഇവൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഇവന്റെ അതുപോലെ തന്നെ ആ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ തന്ത്രമായിരുന്നു. വിവാഹം മുടങ്ങി, എന്തൊക്കെയായിരുന്നു ഇവരുടെ അഭിനയം. വിവാഹം മുടങ്ങി, വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകളിൽ കൊടുക്കുന്നു, അതുപോലെ തന്നെ കുറെ ന്യൂസ് ചാനലിൽ കൊടുക്കുന്നു. എല്ലാം എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് എന്റെ കണ്ണ് മൂടിക്കെട്ടിട്ട് അവര് വിവാഹം നടത്തിയിരിക്കുന്നു. ഇല്ല, ഇവിടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദ് ഇവരെ കൊല്ലാൻ വേണ്ടി ആഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ ഒക്കെ ഏകദേശം തീർന്നത്. വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് ജസ്റ്റ് കാർത്തികയുടെയും ദിലീപിന്റെ വിവാഹം, അവിടേക്ക് നമ്മുടെ ഗംഗ കാറിൽ വന്ന് ഇറങ്ങുന്ന ഭാഗം, ഇത് മാത്രമേ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ശരിക്കും കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.